എല്ലാവർക്കും ഗീതാ രാജയോഗ സപ്താഹത്തിൻ്റെ ഈ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആത്മാവിൻ്റെ അനശ്വരതയെ സൂചിപ്പിക്കുന്ന ഒരു ശ്ലോകത്തോടെ ഇന്ന് നമുക്ക് ആരംഭിക്കാം. ഗീതയിലെ 2-ാം അധ്യായത്തിലെ 21-ാം ശ്ലോകമാണ്. വേദവിനാശിനം നിത്യം യനമജമവ്യയം കഥം സ പുരുഷഃ പാർത്ഥ കം ഘാതയതി ഹന്തികം. ആത്മാവിന് നാശമോ ക്ഷയമോ സംഭവിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ആരെയും കൊല്ലാനോ കൊലയ്ക്ക് പ്രേരിപ്പിക്കുവാനോ ശ്രമിക്കില്ല എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. പിന്നെ ഭഗവാൻ പ്രേരിപ്പിക്കുവോ? ഇല്ലല്ലോ. അപ്പോൾ ആത്മാവിനെ കൊല്ലാൻ കഴിയില്ല, ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ശത്രുവിനെ ഇല്ലായ്മ ചെയ്യല് ഒരു കൊലപാതകത്തിലൂടെ സാധ്യമല്ല എന്നുള്ളത് ഗീതയിൽ തന്നെ സ്പഷ്ടമാണ്. നമ്മൾ ആദ്യ ഭാഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഗീത യുദ്ധശാസ്ത്രമല്ല, ഗീത യോഗശാസ്ത്രമാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടി നമുക്കിവിടെ കിട്ടിയിരിക്കുകയാണ്. ഇപ്പൊ ഇതിന്റെ തൊട്ടു മുമ്പിലുള്ള ശ്ലോകത്തിൽ നമ്മൾ ഒരു വ്യക്തിയെ വധിച്ചു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ ആ വ്യക്തി ശത്രുവായിട്ട് തന്നെ തുടരും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലേക്ക് നമുക്ക് മനസ്സിലാവേണ്ടത് ഈ അടുത്ത ജന്മം എന്നൊന്നുണ്ടോ? ഇതിനെ നമ്മൾക്കൊന്ന് മനസ്സിലാക്കണം. ഗീതയിലെ ഇനിയൊരു ശ്ലോകത്തിൽ നമ്മൾ ഈ അടുത്ത ജന്മം എന്താണ് ഈ പുനർജന്മം, ഇതിനെക്കുറിച്ചും വ്യക്തമാക്കുന്ന ചില ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. ഗീതയിലെ 2-ാം അധ്യായത്തിലെ 20-ാം ശ്ലോകം. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യഃ ശാശ്വതോ അയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയ എന്ന് വെച്ചാൽ ആത്മാവിന് ജനനമോ മരണമോ ഒന്നുമില്ല. ന ജായതേ മ്രിയതേ, ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല. നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയ, ഒരിക്കലും ഉള്ള ഒരാത്മാവ് പിന്നീട് ഇല്ലാതെയാവുകയോ ഈ ബ്രഹ്മാണ്ടത്തിൽ ഇല്ലാത്തൊരാത്മാവ് പുതിയതായി ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. ആത്മാക്കൾ എന്നും ഒരളവിനുണ്ട്. ആ ആത്മാക്കൾ തന്നെയാണ് വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത്. ഇത് പുതിയതായി നിർമ്മിക്കുവാനൊന്നും പറ്റാത്ത ഒരു ഊർജമാണ് എന്നതാണ് ഇതിൽ പറയുന്നത്. അജോ നിത്യ ശാശ്വതോ. അജൻ എന്നാൽ ജനിക്കാത്തവൻ. ആത്മാവല്ല ജനിക്കുന്നത്, ശരീരമാണ് ജനിക്കുന്നത്. പറഞ്ഞു തരാം അതിനെക്കുറിച്ച്. ആത്മാവല്ല ജനിക്കുന്നത്, ശരീരമാണ് ജനിക്കുന്നത്. നിത്യൻ, സ്ഥിരമായിട്ടുള്ള ആള്, എന്നുമുള്ള ആള്. ശാശ്വതൻ, നശിക്കാത്ത ശക്തി. പുരാണോ എന്ന് വെച്ചാൽ പ്രാചീനമായിട്ടുള്ളത്. അത് ഇന്നോ ഇന്നലെ ഒന്നും ഉണ്ടായതൊന്നുമല്ല. നമ്മളിപ്പോൾ 20 വയസ്സുള്ള ഒരാളാണെങ്കിൽ നമ്മൾ 20 വർഷം പഴക്കമുള്ള ആത്മാവല്ല. 60 വയസ്സുള്ള ആളാണെങ്കിൽ 60 വർഷം പഴക്കമുള്ള ആളല്ല. നമ്മളെല്ലാം പുരാണോ ആണ്, പ്രാചീന കാലം മുതലുള്ളവരാണ്, വളരെ പഴക്കം ചെന്ന ആത്മാക്കളാണെന്നാണ് പറയുന്നത് ഭഗവാൻ. അപ്പൊ ഇതിൽ പറഞ്ഞു അജൻ എന്ന്, ജനിക്കുന്നില്ല എന്ന്. ആത്മാവ് ജനിക്കുന്നില്ല, വാസ്തവം തന്നെയാണ്. ശരീരമാണ് ജനിക്കുന്നത്, ശരീരമാണ് മരിക്കുന്നത്. അഥവാ ആത്മാവ് ജനിക്കുന്നുണ്ടെങ്കിൽ ആത്മാവ് മരിക്കും. ആത്മാവ് ശരീരത്തെ സ്വീകരിച്ചതോടുകൂടി ശരീരം അങ്ങോട്ട് ആത്മാവിനെയും കൊണ്ട് ജനിക്കുകയാണ്. ആത്മാവ് ശരീരത്തിൽ പ്രവേശിച്ചപ്പോൾ ശരീരം ജന്മമെടുത്തു. അതോടുകൂടെ നമ്മൾ ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. പിന്നെ ഈ ആത്മാവിന് ശരീരത്തെ ഉപയോഗിക്കാൻ പറ്റാതെയാവുന്ന ഒരു സമയം വരുമ്പോൾ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടും. എന്നിട്ട് ആത്മാവ് അടുത്ത ഒരു ശരീരത്തിലേക്ക്, അതിൽ പ്രവേശിക്കുന്നതോടുകൂടി അവിടെ ജനിക്കും. ആത്മാവ് ഇങ്ങനെ സ്ഥിരമാണ്. അത് ജനിച്ചിട്ടുമില്ല, അത് മരിക്കുന്നുമില്ല. ഇത് ഓരോ ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴും ഇറങ്ങുമ്പോഴും പറ്റുന്ന ഓരോ സംഭവങ്ങളാണ് ജനനവും മരണവും. ഇത് ശരീരത്തിനെ സ്വീകരിക്കുന്നതും ശരീരത്തെ ത്യജിക്കുന്നതുമായിട്ടുള്ള പ്രതിഭാസങ്ങളെ കാണിക്കുന്നത്. ആത്മാവ് മാതൃഗർഭത്തിൽ ഏകദേശം 16 ആഴ്ച പിന്നിട്ട ഒരു ഭ്രൂണത്തിലേക്കാണ് വന്ന് പ്രവേശിക്കുന്നത്. അപ്പോൾ മുതലാണ് അതൊരു വ്യക്തിയായി മാറുന്നത്, വ്യക്തിയായിട്ട് വളരാൻ തുടങ്ങുകയാണ്. അതുവരെ അതൊരു അമ്മയുടെ ശരീരത്തിന്റെ ഒരു അംശമാണ്. പിന്നെ ഒരു വ്യക്തിയായി മാറുന്നു, അത് ഭൂമിയിലേക്ക് പിറക്കുന്നു. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അച്ഛന്റെയും അമ്മയുടെയും ശരീര അംശങ്ങൾ കൂടിച്ചേർന്നുണ്ടായ ഒരു മാംസപിണ്ഡത്തിൽ നിന്ന് ഉടലെടുത്ത ശരീരം എന്ന വസ്തുവും പിന്നെ സ്വതന്ത്രമായ ഒരു ആത്മാവും അതിനകത്ത് ചേർന്നപ്പോഴാണ് നമ്മൾ വ്യക്തികളായത്. അഥവാ ഈ ആത്മാവ് എന്ന് പറയുന്ന ഭാഗം അതിലേക്ക് കൃത്യസമയത്ത് പ്രവേശിച്ചില്ലായിരുന്നു എങ്കിൽ ജനിക്കുന്നത് വെറും ജഡമായിരിക്കും, അത് ഒരു വ്യക്തി ആയിരിക്കുകയില്ല. അങ്ങനെയും സംഭവിക്കലുണ്ടല്ലോ. ആത്മാവില്ലാത്ത ശരീരം, അതിനെ നമ്മൾ മനുഷ്യനെന്ന് അംഗീകരിക്കലില്ല, അതൊരു ജഡമായിരിക്കും. അപ്പോൾ ആത്മാവും ശരീരവും ചേർന്ന് നമ്മൾ
പുറത്തേക്ക് വരികയാണ് ജനനത്തിലൂടെ. പിന്നെ ആത്മാവ് ശരീരത്തെ വേർപിരിഞ്ഞു പോകുന്നതാണ് മരണം. ഇതിൽ ദുഃഖിക്കാനൊന്നുമില്ല എന്നാണ് ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് സ്വീകരിച്ച പോലെ അഴിച്ചു വെക്കുകയാണ്. ഒരു ശ്ലോകം ഇനി അടുത്ത ഒരു ശ്ലോകത്തിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോ അപരാണി തഥാ ശരീരാണി വിഹായ ജീർണാന്യന്യാനി സംയാതി നവാനി ദേഹി. അതായത് ഒരു പഴയ വസ്ത്രം, കീറി പറഞ്ഞ ഒരു വസ്ത്രം ഉപേക്ഷിച്ചിട്ട് വേണം പുതിയൊരു വസ്ത്രം നമുക്ക് ധരിക്കാൻ. അതിന്റെ മേലെ ഒരു പുതിയ വസ്ത്രം ധരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഒരു പുതിയ വസ്ത്രം ധരിക്കണമെങ്കിൽ നമ്മുടെ പഴയ വസ്ത്രം നമ്മൾ ത്യജിക്കണം. ഇത്രയേ ഉള്ളൂ ആത്മാവ് ശരീരത്തെ ത്യജിക്കുന്നത് എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. ഒരു ശരീരം മറ്റൊന്ന് ധരിക്കുവാൻ വേണ്ടി മാത്രം ആത്മാവ് തന്റെ പഴയ ശരീരത്തെ ത്യജിക്കുകയാണ് ചെയ്യുന്നത്. അഥവാ ത്യജിച്ചത് ഒന്നിനെ ധരിക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അങ്ങനെ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഇവിടെ ആരെങ്കിലും ഒരു പഴയ വസ്ത്രം മാറ്റി പുതിയ വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ നമ്മൾ ബഹളമുണ്ടാക്കലുണ്ടോ, കരയിലുണ്ടോ? ഇല്ലേ. സന്തോഷപ്രദമായൊരു കാര്യമല്ലേ. പക്ഷേ ഓരോ ആത്മാക്കളും പുതിയ വസ്ത്രം ധരിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല. നമുക്ക് അവരോടുള്ള മോഹവും ആകർഷണവും കാരണത്താൽ നമ്മൾ അവരാ പഴയ വസ്ത്രം തന്നെ ഉപയോഗിച്ചാൽ മതി എന്ന് ശാഠ്യം പിടിച്ചുകൊണ്ട് കരയുന്നു, അല്ലേ? ഈശ്വരൻ പറയുന്നത് ഇത് ഒരു വസ്ത്രം മാറലാണ്. ഇതിനെ നമ്മൾ അനുവദിച്ചു കൊടുക്കണം. ഇത് പ്രപഞ്ചത്തിൽ നടക്കേണ്ടതാ. ഒരു ജീർണിച്ച വസ്ത്രത്തിൽ നിന്ന് മറ്റൊരു വസ്ത്രത്തിലേക്ക് ആത്മാവ് പ്രവേശിക്കുക എന്നുള്ളത് പ്രപഞ്ചത്തിൽ നടക്കേണ്ടതാണ്. ഇതിൽ കുറച്ചുകൂടി നമ്മളൊന്ന് വിശാലമായി ചിന്തിക്കണം. നോക്കൂ, നമ്മളിവിടെ നമ്മുടെ അപ്പൂപ്പനോ അമ്മൂമ്മയോ ആരാകട്ടെ ഒരാൾ ഇവിടെ ദേഹവിയോഗത്തിനായി കിടക്കുകയാണ്. ഈ ആത്മാവ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞില്ലേ, 16 ആഴ്ച എത്തി നിൽക്കുന്ന ഒരടുത്ത വസ്ത്രം അവിടെ തയ്യാറായി നിൽക്കുക. ഇത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ പോയി പ്രവേശിച്ചിട്ട് വേണം അവിടെ പുതിയൊരു ജന്മം ഉണ്ടാകാൻ. അതിനെ പ്രതീക്ഷിച്ചിട്ട് അവിടെ ഒരു കുടുംബം കാത്തിരിക്കുകയാണ്. കൃത്യസമയത്ത് ഈ ആത്മാവ് ഇവിടെ നിന്നിറങ്ങി അവിടെ പോയി പ്രവേശിച്ചില്ലെങ്കിൽ അവിടെ ഒരു വലിയ ദുഃഖം സംഭവിക്കും. അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് വിശാലമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ആത്മാവ് തന്റെ കർത്തവ്യം പൂർത്തീകരിച്ച് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് യാത്രയാകുമ്പോൾ നമ്മൾ അവർക്ക് ശുഭമായ യാത്രയയപ്പ്, പ്രാർത്ഥനാ നിർഭരമായ യാത്രയയപ്പാണ് കൊടുക്കേണ്ടത്. അവരെ ത്രിശങ്കു സ്വർഗത്തിൽ പെടുത്തുന്ന പോലെ പിടിച്ചു വലിക്കുന്ന രീതിയിൽ നമ്മൾ ബഹളമുണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. അതല്ല നമ്മുടെ ധർമ്മം. ഇതും നമ്മൾ ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കണം. ഇനി അടുത്ത ഒരു ശ്ലോകത്തിൽ ആത്മാവിനെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതിനെ കുറച്ചുകൂടി നമുക്ക് ക്ലാരിറ്റി ഉണ്ടാക്കിത്തരികയാണ് ചെയ്യുന്നത്. ഗീതയിലെ 2-ാം അധ്യായത്തിലെ 23-ാം ശ്ലോകം. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ എന്ന് തുടങ്ങുന്ന ഈ ശ്ലോകത്തിൽ അസ്ത്രശസ്ത്രങ്ങൾ കൊണ്ട് ആത്മാവിനെ ഖണ്ഡിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമാക്കുന്നു. യാതൊരു അസ്ത്രങ്ങൾക്കും ആത്മാവിനെ മുറിക്കാൻ പറ്റില്ല. രണ്ടാക്കാൻ മാത്രമുള്ള ഒരു വലിപ്പം പോലും ഇല്ല ആത്മാവിന്. അത് മനസ്സിലാക്കണം. ഏറ്റവും സൂക്ഷ്മമായ രൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ രണ്ടാക്കാൻ പറ്റില്ല. പിന്നെ അതിനെ അഗ്നിക്കിട്ട് കത്തിച്ചു കളയാൻ, കരിച്ചു കളയാൻ പറ്റില്ല. നൈനം ദഹന്തി പാവക. അഗ്നിക്ക് അതിനെ ദഹിപ്പിക്കാനുള്ള കഴിവില്ല. പിന്നെ വായുവിന് അതിനെ ഉണക്കി ശോഷിപ്പിക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ ജലത്തിന് അതിനെ കുതിർത്ത് കളയാനുള്ള കഴിവോ ഇല്ല. യാതൊരു ഭൂതങ്ങളിലും, പഞ്ചഭൂതങ്ങളിലെ ഒന്നിനും ആത്മാവിനെ സ്പർശിക്കുവാനുള്ള കഴിവില്ല എന്നാ പറയുന്നത്. കാരണം ആത്മാവിന് ഈ പഞ്ചഭൂതങ്ങളായിട്ട് നേരിട്ടൊരു സ്പർശനം കിട്ടില്ല. വെള്ളവും മണ്ണെണ്ണയും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിട്ടില്ല. അത് രണ്ടും തമ്മിൽ എത്ര നമ്മളിട്ട് മിക്സ് ചെയ്താലും അത് പരസ്പരം കലരാതെ ഇരിക്കുന്നത് പോലെ ആത്മാവ് പ്രകൃതിയുടെ യാതൊരു പഞ്ചഭൂത പ്രഭാവങ്ങളിലും ഒന്നും സംഭവിക്കില്ല. ആത്മാവിന് യാതൊരു തരത്തിലും നാശം സംഭവിക്കില്ല. അതിനുകൂടി വേണ്ടിയിട്ടാണ് ആത്മാ ഈ സൂക്ഷ്മമായ രൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആത്മാവിന്റെ ഈ സൂക്ഷ്മമായ സ്ഥിതി ആത്മാവിനെ നാശത്തിൽ നിന്ന് രക്ഷിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. നമ്മളൊരു ഉദാഹരണം എടുത്ത് നോക്കൂ. ഒരു ആന മറിഞ്ഞു വീണു കഴിഞ്ഞാൽ മരിച്ചു എന്നാ പറയാ. ആന വീണാ പിന്നെ എണീക്കില്ല, ചരിഞ്ഞു എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? വീഴുന്നത് മരിക്കുമ്പോഴാ. ഒരു മനുഷ്യൻ വീണാലോ ഒന്ന് കയ്യോ കാലോ ഒടിയുന്നേ ഉള്ളൂ. ഒരു പൂച്ച വീണാലോ അത് കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് പോകും, അത്രേ സംഭവിക്കുള്ളൂ അതിന്. ഒരു ഉറുമ്പ് വീണാലോ ഒന്നും സംഭവിക്കില്ല, കാരണം അത് വളരെ സോഫ്റ്റായിട്ട് വന്ന് വീഴും. അപ്പോൾ ചെറുതാകും തോറും അപകട സാധ്യത കുറയുകയാണ്. മനസ്സിലാക്കണം.
അപ്പോൾ ഏറ്റവും ചെറിയ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവിന് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ? എന്തെങ്കിലും ശോഷണം സംഭവിക്കുമോ? ഇല്ല. ആത്മാവിന് നാശമേ ഇല്ല. എന്നാൽ ആത്മാവിന് സംഭവിക്കുന്ന ഒരു നാശത്തെക്കുറിച്ചും ഗീതയിൽ സ്പഷ്ടമാക്കുന്നുണ്ട്. ആത്മാവിന് മരണം സംഭവിക്കില്ല, പക്ഷെ ആത്മാവിനൊരു തരം ക്ഷയം സംഭവിക്കും. അത് ആത്മാവിലെ മൂല്യങ്ങളുടെ ക്ഷയമാണ്. ആത്മാവിനെ വധിക്കുക എന്ന് വെച്ചാൽ ആത്മാവിലെ മൂല്യങ്ങളെ വധിക്കലാണ്. ആത്മാവിലെ സദ്ഗുണങ്ങൾ നശിക്കലാണ് ആത്മാവിന്റെ നാശം. അതായത് അതിനൊരു ഉദാഹരണം, ഒരു തീക്കട്ടയിൽ ഇരിക്കുന്ന തീപ്പൊരികൾ തീക്കട്ടയിൽ ഇരിക്കുന്നിടത്തോളം അത് ജ്വലിച്ചുകൊണ്ടിരിക്കും. തീക്കട്ടയിൽ നിന്ന് ആ തീപ്പൊരി പറന്നു പൊങ്ങിയാൽ കുറച്ച് മുകളിലേക്ക് പോകുമ്പോഴേക്കും എന്താവും? അതിലെ തേജസ് കെട്ട് അതൊരു കറുത്ത സാധനമായിട്ട് മാറും. അതൊരു ഭസ്മ കണികയായിട്ട് മാറും. ഇതുപോലെ ഈശ്വര സംഘത്തിൽ ഇരിക്കുന്ന ഒരാത്മാവ് ജ്വലിച്ചുകൊണ്ടിരിക്കുകയും ഈശ്വര സംഘത്തിൽ നിന്ന് അകലുമ്പോൾ ആത്മാവിന്റെ ആ ജ്വാല കുറയുകയും അതിന്റെ തേജസ് കുറയുകയും പതുക്കെ പതുക്കെ ആത്മാവ് ഒരു ഇരുട്ടിലേക്ക് വരികയും ചെയ്യുന്നു. ഇതാണ് ആത്മാവിനേൽക്കുന്ന ക്ഷയം. ഇത്തരത്തിലുള്ള ഒരു ക്ഷയം സംഭവിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം? വീണ്ടും ഭഗവത് സംഘത്തിലേക്ക് നമ്മൾ വീണ്ടും മുഖം തിരിക്കുക. അതിലൂടെ നമ്മുടെ തേജസ് വീണ്ടെടുക്കുവാൻ സാധിക്കും. ഇതിനാണ് നമ്മൾ ഇപ്പോൾ ഈ രാജയോഗ ശിബിരം, ഗീതാ രാജയോഗ ശിബിരം പഠിക്കുന്നത് തന്നെ. ഇനി അടുത്ത ഒരു ശ്ലോകത്തിൽ നമ്മുടെ ജനനം, ജീവിതം, മരണം, ഇതിനെ മൂന്നിനെയും ഈശ്വരൻ ഒന്നുകൂടി വ്യാഖ്യാനിച്ചു തരികയാണ്. ഗീതയിലെ 2-ാം അധ്യായത്തിലെ 28-ാം ശ്ലോകം. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന. ഈ ശ്ലോകത്തിൽ പറയുന്നത് എല്ലാ രചനയും, അതായത് ഈശ്വരന്റെ രചനകളായ എല്ലാ ആത്മാക്കളും ആരംഭത്തിൽ അവ്യക്ത രൂപത്തിലായിരിക്കുമെന്നും മധ്യത്തിൽ അത് വ്യക്തത്തിലേക്ക് വരുമെന്നും അന്ത്യത്തിൽ വീണ്ടും അത് അവ്യക്തത്തിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അതായത് ജനിക്കുന്നതിന് മുൻപ് അവ്യക്തത്തിലേക്ക് മാറുന്നു. അതായത് പൂർവജന്മത്തിലെ ശരീരത്തിൽ നിന്നും വേർപെട്ട് അവ്യക്ത സ്വരൂപത്തിലേക്ക് വരുന്ന ആത്മാവ് വീണ്ടും ഒരു ജന്മത്തിന്റെ ആദിയിൽ അവ്യക്ത രൂപത്തിലാണ് ഇരിക്കുന്നത്. പിന്നീട് ആത്മാവ് ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മധ്യകാലത്തിൽ, അതായത് ശരീരത്തിലുള്ള സമയത്ത് വ്യക്തമാകുന്നു. ശരീരത്തിലൂടെ ആത്മാവ് പ്രകടമാകുന്നു. വീണ്ടും അന്തിമ സമയത്ത് എന്ത് സംഭവിക്കുന്നു? അത് അവ്യക്തത്തിലേക്ക് തന്നെ പോകുന്നു. അപ്പോൾ ഇടയിൽ പ്രകടമാകുന്നു ആത്മാവ് ശരീരത്തിലൂടെ. ശരീരമില്ലാത്തപ്പോഴും, അതായത് ശരീരം സ്വീകരിക്കുന്നതിന് മുൻപും ശരീരം ത്യജിച്ചതിന് ശേഷവും ആത്മാവുണ്ട്. അതതിന്റെ അവ്യക്തമായ ഒരു രൂപത്തിലേക്ക് ഇരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് അത് വന്നിരിക്കുകയാണ്. ശരീരത്തിലേക്ക് വരുമ്പോൾ അത് പ്രകടമാകുന്നു എന്ന് മാത്രം. അതായത് ശരീരത്തിലേക്ക് ആത്മാവ് പ്രവേശിക്കുമ്പോഴാണ് ആത്മാവിന് ശരീരത്തിലൂടെ പ്രകടമാവാൻ പറ്റുന്നത്. ശരീരമില്ലാതെ ആത്മാവിന് തന്റെ പ്രഭാവം ഒന്നും കാണിക്കാൻ കഴിയില്ല. ഇനി ശരീരത്തിന് ആത്മാവില്ലാതെ അതിന്റെ പ്രഭാവവും കാണിക്കാൻ കഴിയില്ല. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒരു ബലൂണിന് ആ ബലൂണിന്റെ ആകൃതി കാണിച്ചു തരണമെങ്കിൽ അതിനകത്ത് കാറ്റ് കയറണം. കാറ്റിന് ഒരാകൃതി പോലെ ആവണമെങ്കിൽ അതൊരു ബലൂണിനകത്ത് കയറണം. ഇതുപോലെയാണ്. ഇത് രണ്ടും വേർപെട്ട് നിൽക്കുന്ന സമയത്ത് രണ്ടിന്റെയും പ്രഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുപോലെ ആത്മാവ് ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ആത്മാവിന്റെ പ്രഭാവവും ശരീരത്തിന്റെ പ്രഭാവവും അവിടെ നമുക്ക് ഉപയോഗത്തിലേക്ക് വരുന്നത് എന്നാണ് ഈ ശ്ലോകം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനമാശ്ചര്യവത് വദതി തഥൈവ ചാന്യ ആശ്ചര്യവച്ചൈനമന്യഃ ശൃണോതി ശ്രുത്വാപ്യേനം വേദ ന ചൈവ കശ്ചിത്. ഗീതയിലെ 2-ാം അധ്യായത്തിലെ 29-ാം ശ്ലോകമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം എന്ന് തുടങ്ങുന്ന ശ്ലോകം. ഇതിൽ ആത്മാവിനെ കുറിച്ച് ഓരോരുത്തരും ഏത് മനോഭാവത്തോടുകൂടി നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്. അതായത് ഓരോ തരം മനുഷ്യരും ഈ ആത്മജ്ഞാനം കേൾക്കുമ്പോഴേ അവരുടെ മനോഭാവം അതിനോട് പലതരത്തിലായിരിക്കും. ഈ ശ്ലോകത്തിൽ പറയുന്നത് ചിലർക്ക് ആത്മാവ് അതിശയിപ്പിക്കുന്ന ഒന്നായിട്ട് തോന്നും. അതായത് ഈ ആത്മജ്ഞാനമൊക്കെ കേൾക്കുമ്പോൾ വളരെ നല്ലൊരു ആത്മഹർഷമുണ്ടാകും. ആഹാ, എനിക്ക് എത്ര നല്ല ഒരു അറിവാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു തോന്നലിൽ അവർ അതിശയിക്കും. മറ്റു ചിലർ ഇത് ആശ്ചര്യകരമായി വർണ്ണിച്ചുകൊണ്ടിരിക്കും. അതായത് അവർക്ക് അറിയില്ല, പക്ഷെ അവരുടേതായ ഒരു ആശ്ചര്യത്തിൽ അതിനെ വർണ്ണിച്ചുകൊണ്ടേയിരിക്കും. മറ്റു ചിലർ ഇത് കേട്ടിട്ട് ആശ്ചര്യപ്പെടും, മനസ്സിലാക്കുകയൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടോ
എന്നുള്ള രീതിയിൽ ആശ്ചര്യപ്പെടുന്ന അർത്ഥം. ഇനി ചിലർ ഇത് കേട്ടില്ലെങ്കിലും ഒന്നും മനസ്സിലാക്കില്ല, ഇതിലൊന്നും ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഇതിനെ വിലയിരുത്തും. ഇങ്ങനെ പലതരത്തിൽ ആത്മജ്ഞാനത്തെ ഓരോരുത്തരും വിലയിരുത്തുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവരെല്ലാം ആത്മാക്കൾ തന്നെയാണ്. ഇവരംഗീകരിച്ചാലും ശരി, അംഗീകരിച്ചില്ലെങ്കിലും ശരി, ആ ആത്മാവ് തന്നെയാണ്. ആത്മാവിനെ അംഗീകരിക്കാതെ ഇരിക്കുന്ന ആളും ആത്മാവ് തന്നെയാണ്. നാവുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ അറിയില്ല, ഞാൻ ഊമയാണ് എന്ന് ഒരാൾ പറയുന്ന പോലെയാണ്. അയാൾ പറഞ്ഞല്ലോ, പിന്നെ എങ്ങനെ ഊമയാവും? ഇതുപോലെ ആത്മാവ് ഇല്ല എന്ന് പറയുന്നവര് പോലും ആത്മാവാണ്. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം. ഇനി ആത്മാവ് പുനർജനിക്കുന്നതിനെ കുറിച്ചും ആത്മാവ് ശരീരം ത്യജിച്ചു പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുന്ന ആത്മീയ സമ്പാദ്യത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കണം. യേഷാതേ അഭിഹിത സാഖ്യേ ബുദ്ധിർയോഗേ ത്വിമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ഇവിടെ ഭഗവാൻ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തമാകാനുള്ള വിദ്യ അർജുനന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുകയാണ്. ഭഗവാൻ ഒരു ചാപ്റ്റർ മാറ്റാണ്. അതായത് ഇത്രയും നേരം ഞാൻ നിനക്ക് പറഞ്ഞു തരാനുള്ള ജ്ഞാനമെല്ലാം പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി അതായത് ആത്മാവിനെ കുറിച്ചിട്ടുള്ള ജ്ഞാനം ഒരുവിധം ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി കർമ്മബന്ധനത്തിൽ നിന്ന് മുക്തമാകാനുള്ള മാർഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം എന്നാണ് പറയുന്നത് ഈ ശ്ലോകത്തിൽ. ഈ ശ്ലോകത്തിന് മുൻപ് നമ്മൾ ഒരുപാട് ശ്ലോകങ്ങൾ വിട്ടിട്ടുണ്ട്. ആ ശ്ലോകങ്ങളിലെല്ലാം അർജുനന്റെ സ്വധർമ്മം ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഭഗവാൻ. അർജുനൻ ഒരു ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് അർജുനന്റെ സ്വധർമ്മത്തെ ഓർമ്മിപ്പിക്കുന്ന ശ്ലോകങ്ങൾ, അതായത് 30-ാം ശ്ലോകം മുതൽ 38-ാം ശ്ലോകം വരെയും അർജുനന്റെ സ്വധർമ്മം അനുഷ്ഠിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വിവരിക്കുകയാണ്. ഇവിടെ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വധർമ്മം എന്താണെന്നുള്ളതാണ്. സാഹചര്യവശാൽ അർജുനന്റെ സ്വധർമ്മം എന്താണോ ആ സ്വധർമ്മത്തെക്കുറിച്ച് ഭഗവാൻ ബോധിപ്പിച്ചു കൊടുക്കുന്നത് പോലെ ഇവിടെ നാം ഓരോരുത്തരും അർജുനന്മാരാകാൻ പഠിക്കുന്നവരായത് കാരണത്താൽ നമ്മുടെ സ്വധർമ്മത്തെ നമ്മൾ ഇവിടെ പഠിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് നമ്മുടെ സ്വധർമ്മം? നമ്മൾ ആരാണ്? നമ്മൾ ആത്മാക്കളാണ്. അങ്ങനെ ഇരിക്കെ നമ്മൾ സ്വയം ചോദിക്കുക, ആത്മാവിന്റെ സ്വധർമ്മം എന്താണ്? കടമകളോ ബാധ്യതകളോ അല്ല ഇവിടെ ഉദ്ദേശിച്ചത്. സ്വധർമ്മം എന്ന് പറഞ്ഞാൽ ഉടനെ പറയും അച്ഛനമ്മയെ നോക്കുക, കുട്ടികളെ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. അതിനെ കടമകൾ, ഉത്തരവാദിത്തങ്ങൾ എന്നാ പറയുന്നത്. ഇവിടെ ഉദ്ദേശിച്ച ചോദ്യം നമ്മുടെ സ്വധർമ്മം, നമ്മുടെ സ്വധർമ്മം, സ്വയത്തിന്റെ ധർമ്മം, ആത്മാവിന്റെ ധർമ്മം. ആത്മധർമ്മം എന്താണ്? ആത്മാവിന്റെ ഭാവം, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വഭാവം എന്നും പറയാം. എന്താണ് നമ്മളുടെ നാച്ചുറൽ ആയിട്ടുള്ള നേച്ചർ? ഇതാണ് ഇവിടെ ചോദ്യം. സ്വധർമ്മം എന്നുള്ളതാണ്. അതെന്താണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കുറച്ചുകൂടി മനസ്സിലാകുന്ന ഭാഷയിൽ ചോദിച്ചാൽ എന്താണ് നമ്മുടെയൊക്കെ സ്വഭാവം എന്നുള്ളതാണ്. ഇപ്പോൾ പിടികിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ സ്വഭാവം നമ്മൾ പറയും എന്റെ സ്വഭാവം വളരെ മോശമാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആരുടെയും സ്വഭാവം മോശമല്ല. എല്ലാവരുടെയും സ്വഭാവം ഉത്തമമാണ്. സ്വഭാവത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് നമ്മളൊക്കെ മോശമാകുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ സ്വഭാവം, സ്വധർമ്മം? ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ സ്വഭാവം മോശമാണെന്ന് ഒരിക്കലും ഇനി നമ്മൾ പറയരുത്. സ്വഭാവത്തിന്റെ അഭാവമാണ് നമ്മളെ മോശമാക്കുന്നത്. നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് ശാന്തിയാണ്. മനസ്സിലായോ? അതിന്റെ അഭാവമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ശാന്തിയുടെ അളവ് കുറയുന്നതാണ് സമസ്ത പ്രശ്നങ്ങളുടെയും അടിവേര്, മൂല കാരണം. അപ്പോൾ ആത്മാവിന്റെ സ്വധർമ്മമാണ് ശാന്തി. ഇതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ശാന്തിയാണ് ആത്മാവ്, ആത്മാവിലാണ് ശാന്തിയുള്ളത്. എന്നാൽ വളരെ വലിയൊരു വിരോധാഭാസം നമ്മൾ കണ്ടുവരുന്നത്, ഇന്ന് ഈ ലോകത്തിലുള്ള മനുഷ്യർ കൂടുതലും ശാന്തിക്ക് വേണ്ടി അലയുന്നു എന്നുള്ളതാണ്. ശാന്തി എവിടെ കിട്ടും? ഇത് തേടി അലയുന്നു. ഭക്തരാകട്ടെ, അവരും തേടി അലയുകയാണ്. കൈലാസം മുതൽ കന്യാകുമാരി വരെ അലയുന്നു. ശാന്തി കിട്ടുന്നൊരിടമുണ്ടോ എന്ന് തേടി അലയുകയാണ്. എന്നിട്ട് കിട്ടിയോ? കിട്ടിയിട്ടില്ല താനും. കിട്ടിയ പിന്നെ കിട്ടിയ സ്ഥലത്ത് പോയാൽ മതിയല്ലോ. ഇത് എല്ലായിടത്തും വീണ്ടും വീണ്ടും കറങ്ങി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് ചെയ്യുന്നത്? എവിടെ നിന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്.
ഒരല്പസമയത്ത് അനുഭൂതികൾ പല സ്ഥലങ്ങളിൽ നിന്നുണ്ടാകുന്നു എന്നല്ലാതെ ഒരു ശാശ്വതമായ ശാന്തിയിലേക്കുള്ള കവാടം ഇവർക്ക് എവിടെ നിന്നും തുറന്നു കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ശാന്തിയെ നമ്മൾ എത്രയധികം പുറത്ത് അന്വേഷിക്കുന്നുവോ അത്രയധികം നമ്മൾ ശാന്തിയിൽ നിന്നും അകലുന്നുമുണ്ട് എന്നുള്ള വസ്തുത കൂടെ ഇവിടെ നമ്മൾ ഓർമ്മിക്കണം. കാരണം ശാന്തി നമ്മുടെ തന്നെ സ്വധർമ്മമാണ് എന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ നമ്മുടെ തന്നെ ഉള്ളിലുള്ള ഒന്നിനെ തിരഞ്ഞ് നമ്മൾ എത്ര കാലം പുറത്ത് തിരയുന്നു അത്രയും കാലം നമ്മൾ അതിൽ നിന്ന് അകലുകയല്ലേ. നമ്മുടെ വീട്ടിലൊരു സാധനം നമ്മൾ മറന്നുവെച്ച് അത് തെരഞ്ഞ് നമ്മൾ നാട് മുഴുവൻ നടന്നാൽ നമ്മൾ ആ സാധനത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആത്മാവിലെ ശാന്തിയെ കണ്ടെത്തുവാനുള്ള ആ വ്യഗ്രതയാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യാനുള്ള വ്യഗ്രത നമുക്കുണ്ടായിരിക്കണം. ശാന്തിയിൽ സ്ഥിതി ചെയ്യാനുള്ള വ്യഗ്രത, ശാന്തമായിട്ട് ഇരിക്കാനുള്ള വ്യഗ്രത, ഇത് നമ്മൾ കാണിക്കണം. ആത്മാവിലാണ് ശാന്തിയുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ കസ്തൂരിമാനിനെ പോലെയാണ് ഇപ്പൊ എല്ലാവരും ശാന്തിയും തേടി അലയുകയാണ്. കസ്തൂരിമാൻ അങ്ങനെയാണല്ലോ. കസ്തൂരിമാന്റെ നാഭിയിൽ നിന്നാണ് കസ്തൂരി പുറത്തു വരുന്നത്. പക്ഷെ അതിന്റെ ഗന്ധം തുടങ്ങുമ്പോഴേക്ക് തന്നെ ഇതെവിടെ നിന്നാണ് എന്നറിയാനുള്ള വ്യഗ്രത കൊണ്ട് കാട് മുഴുവൻ അലഞ്ഞ അവസാനം അത് തളർന്നു വീഴും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തൻ്റെ ഉള്ളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശാന്തിയെ തിരിച്ചറിയാൻ പലപ്പോഴും നമുക്ക് പറ്റുന്നില്ല. അത് ശാന്തിയുടെ ഉറവ എവിടെ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ശാന്തി തൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. ഒരു ചെറിയ കഥ ഓർമ്മ വരികയാണ്. ഒരു കുതിരവണ്ടിയിൽ, മുൻകാലത്ത് കുതിരവണ്ടിയിലാണല്ലോ യാത്രയിലാണ്. അപ്പോൾ ഒരു 4-5 ജോലിക്കാർ രാവിലെ ജോലിക്ക് പോകുന്ന ആളുകളാണ്. അവരൊരു 4-5 പേര് ഒരു കുതിരവണ്ടിയിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യും. പുലർച്ചെ ഒരു 4-5 മണിക്കൊക്കെയാണ് യാത്ര. ഈ കുതിരവണ്ടി തണുപ്പ് കാരണം മുഴുവനായും മൂടിയ ഒരു അവസ്ഥയിലായിരിക്കും. അതിൽ തണുപ്പൊന്നും കയറാതിരിക്കാൻ വേണ്ടി മൂടിയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 4-5 പേരുണ്ടായിരുന്നു. അതിലൊരാൾ ദിവസവും അദ്ദേഹത്തിന്റെ സഞ്ചിയിൽ നിന്ന് ഒരു കുപ്പിയിൽ ഒരു പാനീയമെടുത്ത് കുടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഈ പാനീയം കുടിക്കുന്നത് മറ്റുള്ളവർ കാണുന്നുണ്ട്. ഇത് കുടിക്കുന്ന സമയത്തുള്ള അത്ഭുതം, അവിടെ ഒരു സുഗന്ധം പരക്കുന്നുള്ളതാണ്. ഒരു ചന്ദനത്തിൻ്റെതായ ഒരു സുഗന്ധം വ്യാപിക്കും ഇദ്ദേഹം ഈ വെള്ളം കുടിക്കുന്ന സമയത്ത്. ഇതെല്ലാവർക്കും ചോദിക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഇതെന്താണ് ഈ കുടിക്കുന്ന പാനീയം എന്ന് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ ഒരു മടി കാരണം ചോദിച്ചില്ല. അങ്ങനെ സഹികെട്ട് ഒരാൾ ഒരു ദിവസം ഇതെന്താണെന്നുള്ള അറിയാനുള്ള ആകാംക്ഷ കൊണ്ടേ ഒരാൾ ഒരു ദിവസം ചോദിച്ചു, സുഹൃത്തെ, നിങ്ങൾ കുടിക്കുന്ന ഈ പാനീയം എന്താണെന്നൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇതെന്ത് പാനീയം? ഇത് സാധാരണ വെള്ളമാണ്, പച്ചവെള്ളമാണ് ഞാൻ കുടിക്കുന്നതെന്ന് പറഞ്ഞു. ഉടനെ ബാക്കിയുള്ളവരെല്ലാവരും കൂടി ചോദിച്ചു, അങ്ങനെയെങ്കിൽ നിങ്ങൾ കുടിക്കുന്ന ഈ സാധനത്തിന് എന്താണ് ഇത്ര മണം എന്ന്. അപ്പോഴാണ് അദ്ദേഹം രഹസ്യം വ്യക്തമാക്കിയത്, അയ്യോ, ഞാൻ കുടിക്കുന്ന വെള്ളത്തിന് മണമൊന്നുമില്ല. ഞാൻ എന്നും നമ്മുടെ വണ്ടി ആ ചന്ദന ഫാക്ടറിയുടെ അവിടെ എത്തുമ്പോഴാണ് ഈ കുപ്പി തുറന്ന് വെള്ളം കുടിക്കുന്നത്. ആ മണം അടിച്ചു തുടങ്ങുമ്പോഴേ എനിക്ക് പോലും ഈ വെള്ളം കുടിക്കണം എന്നുള്ള ഓർമ്മ ഉണ്ടാകുന്നത്. അങ്ങനെ ചെയ്യുന്നത് ഈ അബദ്ധവശാൽ ചന്ദന ഫാക്ടറിയും കുപ്പി തുറക്കലും ഒരുമിച്ചായതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു ഈ മണമുണ്ടാകുന്നത് കുപ്പിക്കകത്ത് നിന്നാണെന്ന്. ഇതുപോലെ ചില സാഹചര്യവശാൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ നിന്ന് ശാന്തി അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുന്നു ശാന്തി അവിടെയാണ് ഇരിക്കുന്നത്, ശാന്തി കിട്ടണമെങ്കിൽ ഇനി അവിടെ പോയേ തീരൂ എന്ന് തെറ്റിദ്ധരിക്കുന്നവരുമുണ്ട്. ശാന്തി എവിടെന്നുമല്ല കിട്ടുന്നത്. സത്യമാണ്, ചില സാഹചര്യങ്ങൾ നമ്മൾക്ക് ശാന്തി അനുഭവിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടാക്കിത്തരുന്നു. പക്ഷേ സാധ്യതകളെല്ലാം ഉണ്ടാക്കിയാൽ പോലും നമ്മൾക്ക് ശാന്തി അനുഭവിക്കണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം. പല തീർത്ഥാടന കേന്ദ്രങ്ങളും പല ആശ്രമങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം ശാന്തി അനുഭവിക്കുന്ന സ്ഥലങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. വാസ്തവം തന്നെയാണ്. പക്ഷെ അവിടെ പോകുമ്പോൾ എവിടെ നിന്ന് നമുക്ക് ശാന്തി കിട്ടുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. അവിടെ നിന്ന് കിട്ടുന്ന ഒന്നല്ല അത്. അവിടെ പോയത് കൊണ്ട് എനിക്കെങ്ങനെ കിട്ടി? ഇനി ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ തന്നെ കച്ചവടം ചെയ്യുന്നവരും അവിടെ സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന പോലീസുകാരും ഒക്കെ ഉണ്ട്. അവർക്കൊന്നും നമ്മളീ പറയുന്ന പോലെയുള്ള ശാന്തിയൊന്നും അവർക്ക് കാണുന്നുണ്ടാവില്ല. അവർ വളരെയധികം ടെൻഷനിലായിരിക്കും. അപ്പോൾ ശാന്തി തേടി നമ്മൾ അവിടെ പോകുമ്പോൾ നമുക്ക് ശാന്തി കിട്ടുന്നുണ്ട്. അവിടെ തന്നെ 24 മണിക്കൂറും ചെലവഴിക്കുന്ന അവർക്കൊരു തുള്ളി പോലും ശാന്തി കാണുന്നില്ല അവരുടെ മുഖത്ത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭാവനയും നമ്മുടെ മനസ്സ് ആത്മാവിലേക്ക് അടുത്തിരിക്കുന്ന ആ ഒരു അവസ്ഥയും കൂടി ചേർന്നപ്പോൾ നമുക്കവിടെ ശാന്തി അനുഭവഭേദ്യമായി. ആത്മാവിനകത്ത് ശാന്തി നമ്മൾക്ക് സ്വയം അനുഭവിക്കാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മിലേക്ക് തന്നെ മുഖാമുഖമാക്കുന്ന ഒരു ഉപകാരമാണ് ഈ തീർത്ഥസ്ഥാനങ്ങളും
അതുപോലുള്ള മഹാത്മാക്കളുമൊക്കെ ചെയ്തു തരുന്നത്. നമ്മെ നമുക്ക് നേരെ തിരിച്ചു തരികയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലെ തന്നെ ശാന്തിയെ അനുഭവിക്കാൻ കഴിയുകയാണ്. അല്ലാതെ ഈ ലോകത്ത് എവിടെയും ശാന്തി നമ്മളെയും കാത്തിരിക്കുന്നില്ല. ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാ. ആത്മാവിനകത്തുള്ള മൂലഗുണമാണ് ശാന്തി. സപ്തഗുണങ്ങളിൽ ഒന്നാണ് ശാന്തി. ഈ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ഇതുപോലെ ആത്മാവ് സപ്തഗുണങ്ങളാലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. എങ്ങനെ സ്ഥൂലമായ സൂര്യന്റെ പ്രകാശത്തിൽ സപ്തവർണ്ണങ്ങൾ അടങ്ങിയിരിക്കുന്നോ, നമ്മൾ പഠിക്കുമല്ലോ മഴവില്ലിലെല്ലാം കാണുന്ന സപ്തവർണ്ണങ്ങളെക്കുറിച്ച്. സൂര്യന്റെ പ്രകാശത്തിൽ, വെളുത്ത പ്രകാശത്തിൽ 7 വർണ്ണങ്ങൾ അടങ്ങിയിരിക്കുന്നത് പോലെ ആത്മാവാകുന്ന പ്രകാശത്തിൽ 7 ഗുണങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. 7 ഗുണങ്ങളാൽ സമ്പുഷ്ടമായതാണ് ആത്മാവ്. ഏതെല്ലാമാണ് ഈ 7 ഗുണങ്ങൾ? സ്നേഹം, ജ്ഞാനം, ശാന്തി, ശക്തി, ആനന്ദം, സുഖം, പരിശുദ്ധി. ഇവയാണ് 7 ഗുണങ്ങൾ. ഈ 7 ഗുണങ്ങളാലാണ് ആത്മാവ് നിലനിൽക്കുന്നതും. ഈ 7 ഗുണങ്ങൾ തന്നെയാണ് ആത്മാവ്. അപ്പോൾ ഈ 7 ഗുണങ്ങളിൽ ഒന്നാണ് ശാന്തി. അപ്പോൾ ശാന്തിക്ക് വേണ്ടി നമ്മൾ എവിടേക്കാണ് തിരയേണ്ടത്? ആത്മാവിലേക്കാ. സുഖത്തിന് വേണ്ടി നമ്മൾ എവിടേക്കാ തിരയേണ്ടത്? ആത്മാവിലേക്കാ. സന്തോഷത്തിന് വേണ്ടിയാണെങ്കിലും ജ്ഞാനത്തിന് വേണ്ടിയാണെങ്കിലും എല്ലാത്തിനും നമ്മൾ ആത്മാവിലേക്ക് തിരിയേണ്ടിയിരിക്കുന്നു. ആത്മാവിലേക്ക് തിരിയാത്തിടത്തോളം നമ്മളൊന്നും പഠിക്കില്ല, നമ്മളൊന്നും മനസ്സിലാക്കില്ല, ബുദ്ധി ഉദിക്കുന്നില്ല അവിടെ. വിവേകാനന്ദ സ്വാമി പറഞ്ഞിരിക്കുന്നത്, ഒരു വ്യക്തിയുടെ ഉള്ളിൽ ജന്മനാൽ തന്നെ ഉള്ള ദിവ്യതയെ, കഴിവുകളെ പുറത്തേക്കെടുക്കുന്ന പ്രതിഭാസത്തിന്റെ പേരാണ് വിദ്യാഭ്യാസം. അല്ലാതെ പുറത്തുള്ള കുറേ കാര്യങ്ങളെയൊക്കെ എടുത്ത് അകത്തേക്ക് കയറ്റി വയ്ക്കുന്ന പരിപാടിയെ വിദ്യാഭ്യാസം എന്ന് പറയില്ലെന്നും, അകത്തുള്ള ഇതിനെയെല്ലാം പുറത്തേക്കെടുക്കുന്ന പരിപാടിയെ പറയുന്ന പേരാണ് എന്ത്? വിദ്യാഭ്യാസം. ഇതുകൊണ്ട് നമ്മൾ യഥാർത്ഥ വിദ്യാഭ്യാസം, ആത്മവിദ്യ, നമ്മൾ നമ്മുടെ മറ്റു വിദ്യാഭ്യാസത്തിന്റെ കൂടെ തന്നെ നേടേണ്ടിയിരിക്കുന്നു. വിവേകാനന്ദ സ്വാമി പറഞ്ഞിരിക്കുന്നത്, നമുക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരെ റീ എഡ്യൂക്കേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. പഠിച്ചവരെ വീണ്ടും പഠിപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ പഠിച്ചവരൊന്നും ഇത് പഠിച്ചിട്ടില്ലേ. ജീവിക്കാനുള്ള വക ഉണ്ടാക്കാനുള്ള എന്തൊക്കെയോ പഠിച്ചു എന്നല്ലാതെ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടില്ല. ജീവിതത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല. ജീവിതത്തിന് വേണ്ട ബാക്കിയൊക്കെ പഠിച്ചിട്ടുണ്ട്, ജീവിതം എന്താണെന്ന് പഠിച്ചിട്ടില്ല. ആ പഠിപ്പാണ് സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ സയൻസാണ് സ്പിരിച്വൽ സയൻസ്. ജീവിതത്തെക്കുറിച്ച് പഠിക്കുന്ന സിദ്ധാന്തമാണ് സ്പിരിച്വാലിറ്റി. അതൊരു വിശ്വാസമോ ഒരു മതത്തിന്റെ കുത്തകയോ അങ്ങനെയൊന്നുമല്ല. ആത്മീയത മതവുമായിട്ടോ വിശ്വാസവുമായിട്ടോ ഒന്നുമല്ല ബന്ധം, നമ്മുടെ ജീവിതവുമായിട്ടാണ്. ജീവിതവുമായി ബന്ധപ്പെട്ട ജീവിതത്തിന് ശ്വാസം എങ്ങനെ അനിവാര്യമാണോ അതുപോലെ അനിവാര്യമായ മറ്റൊന്നാണ് ആത്മീയത. അപ്പോൾ ഈ ആത്മീയതയെ വളർത്തിയെടുക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തെയാണ് വളർത്തിയെടുക്കുന്നത്. ഇതും നമ്മൾ മനസ്സിലാക്കണം. തൻ്റെ ജീവിതത്തെ വളർത്തിയെടുക്കാതെ, തൻ്റെ ജീവിതത്തെ വളർത്തിയെടുക്കുക എന്ന് വെച്ചാൽ തൻ്റെ ഉള്ളിലെ ദിവ്യ ഗുണങ്ങളെ പരിപോഷിപ്പിച്ചെടുക്കാത്ത ഒരു ആധ്യാത്മിക പദ്ധതി വ്യർത്ഥമാണ്. അങ്ങനെ ഒരു പദ്ധതി കൊണ്ട് ഉപയോഗമൊന്നും ഇല്ല എന്നാണ് ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ദിവ്യതയെ പുറത്തേക്കെടുക്കുന്നതായിരിക്കണം ആധ്യാത്മികമായ കർമ്മങ്ങളെല്ലാം. ഒരിക്കലൊരു ഭക്തൻ ഒരു തീർത്ഥാടനത്തിന് പുറപ്പെട്ടു. ഒരു മഹത്തായ തീർത്ഥാടനം, മാസങ്ങൾ നീണ്ട തീർത്ഥാടനത്തിന് വേണ്ടി പുറപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഗുരുസ്വാമി ഉണ്ടായിരുന്നു. ആ ഗുരുസ്വാമിയോട് ചോദിച്ചു, സ്വാമി, ഞാനിങ്ങനെ ഒരു തീർത്ഥാടനത്തിന് പോവുകയാണേ, ഇത് നല്ലതാണോ? ഇത് അങ്ങയുടെ അഭിപ്രായം എന്താ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്നൊരു അഭിപ്രായ അന്വേഷണം നടത്തി. അപ്പോൾ ഗുരുസ്വാമി പറഞ്ഞു, അഭിപ്രായമൊക്കെ ഞാൻ പിന്നീട് പറയാം, നീ ആദ്യം പോയിട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തെ തീർത്ഥാടനത്തിന് പറഞ്ഞു വിട്ടു. പോകുന്ന സമയത്ത് കയ്യിലൊരു തേങ്ങ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ എവിടെയെല്ലാം മുങ്ങുന്നുവോ അവിടെയെല്ലാം ഈ തേങ്ങയെ മുക്കണം. നീ എന്തെല്ലാം വാരി പൂശുന്നുവോ നെറ്റിയിലും മറ്റുമായി, അതെല്ലാം ഇതിലും തേച്ചു വിടണം. നീ ചെയ്യുന്നതൊക്കെ ഇതിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം, സെയിമായിട്ട് ചെയ്യണം. എന്നിട്ട് തിരിച്ചു വരൂ, ഞാൻ അപ്പോൾ അഭിപ്രായം പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ കാലങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ ദീർഘമായ തീർത്ഥാടനങ്ങൾക്ക് ശേഷം സ്വാമി പറഞ്ഞതുപോലെയൊക്കെ ചെയ്ത ആ തേങ്ങയെ തിരിച്ചു കൊണ്ടു കൊടുത്തു. ഒറ്റനോട്ടത്തിൽ അത് തേങ്ങയാണെന്നൊന്നും തോന്നില്ല. ആ രീതിയിൽ അതിന് രൂപമാറ്റം ഉണ്ടായിരിക്കുന്നു, വലിയ പരിവർത്തനം ഉണ്ടായിരിക്കുന്നു അതിനെ കാണുമ്പോൾ. സ്വാമിക്ക് തേങ്ങ കൊടുത്തു. സ്വാമി പറഞ്ഞു, എനിക്ക് വേണ്ട, നീ പോയി കറി വെച്ച് കഴിക്കൂ, എന്നിട്ട് നാളെ വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം പോയി കറി വെച്ച് കഴിച്ചു. പിറ്റേ ദിവസം വന്നു. എങ്ങനെയുണ്ടായിരുന്നു കറി എന്ന് ചോദിച്ചു സ്വാമി. ഇദ്ദേഹം പറഞ്ഞു, സാധാ കറി, മാറ്റമൊന്നുമില്ല.
ഉടനെ ഗുരുവിൻ്റെ ഉത്തരം വന്നു, ഇതുതന്നെയാണ് നിന്നെക്കുറിച്ചും എനിക്ക് പറയാനുള്ളത്. നീ ഇപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തു വന്നിട്ടും കാര്യമൊന്നുമില്ലാന്ന് ചുരുക്കം അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ അതായിരുന്നു. എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ആ തേങ്ങയെ ഒരു നോട്ടത്തിൽ കണ്ടപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. തീർത്ഥാടനം കഴിഞ്ഞു വന്ന തേങ്ങ. പക്ഷേ കറി വെച്ച് കഴിച്ചു നോക്കുമ്പോൾ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലതാണ്. കാരണം കടുകട്ടിയായൊരു ആവരണം ഈ തേങ്ങയുടെ പുറത്തുണ്ടല്ലോ, ചിരട്ട എന്ന ആവരണം. ഇതിനകത്തേക്ക് പുറമെ നടന്ന യാതൊന്നും ഏറ്റിട്ടില്ല. അതുകൊണ്ട് ഇതിനകത്ത് പരിവർത്തനം ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തേങ്ങ കൊണ്ടുള്ള ഉപയോഗത്തിലേക്ക് വരുമ്പോൾ ഒരു മാറ്റവും അവിടെ സംഭവിച്ചിട്ടില്ല. കാണാൻ വേണ്ടി മാത്രം കുറെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇതുപോലെ ശരീരബോധത്തിൽ ഉറച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഏതുതരം ആത്മീയ കർമ്മങ്ങളിൽ മുഴുകിയാലും മാറ്റങ്ങൾ സംഭവിക്കുക ബുദ്ധിമുട്ടാണ് എന്നാണ് ഈ സ്വാമി തൻ്റെ ആ ശിഷ്യന് നൽകിയ ഉപദേശം. താൻ എപ്പോൾ ആത്മബോധത്തിലേക്ക് ഉണരുന്നുവോ, അഹങ്കാരവും ത്യജിക്കുന്നുവോ, അതിനുശേഷം ചെയ്യുന്ന ആത്മീയ കർമ്മങ്ങൾക്ക് മാത്രമേ ആന്തരികമായ പരിവർത്തനം ഉണ്ടാക്കാൻ ഉള്ള ശേഷിയുള്ളൂ. അല്ലാത്തത് ഈ ചിരട്ടയ്ക്ക് പുറത്തെ മാറ്റം മാത്രമായിരിക്കും. അകത്ത് മാറ്റങ്ങൾ സംഭവിക്കാൻ അതുകൊണ്ട് സാധിക്കുകയുമില്ല. അതുകൊണ്ട് താൻ ശാന്തിയും സമാധാനവും സന്തുഷ്ടതയും സംതൃപ്തിയും ഐശ്വര്യവും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ ആന്തരികമായ പരിവർത്തനത്തിനു വേണ്ട പരിശീലനമാണ് നേടേണ്ടത്. ആത്മബോധത്തിൽ അധിഷ്ഠിതമായ ധ്യാന പരിശീലനമാണ് സ്വയം നമ്മൾ നേടിയെടുക്കേണ്ടത്. ഇതിനു വേണ്ട ഉപദേശങ്ങളാണ് ഈ കഴിഞ്ഞ അനേക ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഒന്നുകൂടി നമുക്കൊന്ന് ആവർത്തിക്കാം. നമ്മളിപ്പോൾ ഇത്രയും കടന്നു വന്നതിൽ ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കി, ഞാൻ ആത്മാവാണെന്നും ഇതെന്റെ ദേഹമാണെന്നും മനസ്സിലാക്കി, ഞാൻ സ്ഥിരനാണ്, നാശമില്ലാത്ത ശക്തിയാണ്, എൻ്റെ ദേഹം മാത്രമേ നശിക്കുന്നുള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കി, ഞാൻ ആത്മാവ് ഒരു ജ്യോതി സ്വരൂപമായ സൂക്ഷ്മപ്രകാശമാണെന്നുള്ളത് മനസ്സിലാക്കി, ഞാൻ ആത്മാവ് ശരീര നിയന്ത്രണാർത്ഥം ഈ ശരീരത്തിൽ ഭ്രൂമധ്യത്തിലാണ് വസിക്കുന്നത് എന്ന് മനസ്സിലാക്കി, ഞാൻ ആത്മാവ് ശാന്തസ്വരൂപനാണ് എന്നുള്ളതും മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, തന്റെ സ്വധർമ്മത്തെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് തന്റെ ഒരു കടമ കൂടി ഇനി നമ്മൾ മനസ്സിലാക്കണം. ശാന്തി ഈ ജഗത്തിലേക്ക് ഒഴുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രഥമമായ കർത്തവ്യം. ബാക്കി കർത്തവ്യങ്ങളൊക്കെ അതിനുശേഷമാണ് വരുന്നത്. നമ്മൾ ശാന്തസ്വരൂപ ആത്മാക്കളായത് കാരണത്താൽ നമ്മുടെ ജോലിയാണ് സഹജീവികൾക്ക് ശാന്തി ഒഴുക്കിക്കൊടുക്കുക. പലരും ഈ ബോധത്തിലേക്ക് എത്താത്തവരുണ്ട്. അവർക്ക് വേണ്ടി ശാന്തിയെ ഒഴുക്കിക്കൊടുത്ത് അവരെ കൂടി ശാന്തിയിലേക്ക് ആനയിക്കുക എന്നുള്ളതും നമ്മുടെ ഒരു കർത്തവ്യമാണ്. നമ്മൾ വിചാരിച്ചിരിക്കുന്ന ശാന്തിയും സ്നേഹവുമെല്ലാം നമ്മളിലേക്ക് കൊടുന്ന് ഒഴിക്കാനുള്ളതെന്നാണ്. ഇതൊന്നും നമ്മളിലേക്ക് കൊടുന്ന് ഒഴിക്കാനുള്ളതല്ല, ഇത് നമ്മളിൽ നിന്ന് ഒഴുക്കാനുള്ളതാണ്. എല്ലാവർക്കും ആഗ്രഹം, എനിക്ക് ശാന്തി വേണം, എനിക്ക് സ്നേഹം ആരും തരുന്നില്ല, സ്നേഹം വേണം, എനിക്ക് ബഹുമാനം വേണം, ഒക്കെ വേണം വേണമെന്നാ തോന്നുന്നത്. ഇതൊക്കെ എന്നിലേക്ക് കൊടുന്ന് ഒഴിച്ചു തരണം എന്നാ തോന്നുന്നത്. ഒരു കിണർ എനിക്ക് വെള്ളം വേണമെന്ന് പറയുന്നതിന് തുല്യമാണല്ലോ ഇത്. ഇത് അങ്ങോട്ടാണ് കൊടുക്കേണ്ടത്. ശാന്തിയും സ്നേഹവും സമാധാനവും സംതൃപ്തിയും ഒക്കെ ആത്മാവിനകത്തെ അസറ്റാണ്. ഇതിനെ നമ്മൾ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വേണ്ടത്. ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നേരെ തിരിച്ചാണ്. ഇതിനെ വീണ്ടും നമ്മൾ ഒന്നുകൂടി ശരിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു മന്ത്രം, മഹാമന്ത്രം മനസ്സിൽ ഓർമ്മിക്കൂ. എനിക്ക് ശാന്തി വേണമോ? ഞാൻ ശാന്തമായിരിക്കണം, എന്നാൽ എനിക്ക് ശാന്തി കിട്ടും. എനിക്ക് ബഹുമാനം വേണമോ? ഞാൻ ബഹുമാനിച്ചുകൊണ്ടിരിക്കണം, എന്നാലേ എനിക്ക് ബഹുമാനം കിട്ടൂ. എനിക്ക് സ്നേഹം വേണമോ? ഞാൻ ഒരു സ്നേഹിയായിട്ടിരിക്കണം, സ്നേഹിക്കുന്ന ഒരാളായിട്ടിരിക്കണം, എന്നാൽ എനിക്ക് സ്നേഹം കിട്ടും. എനിക്ക് എന്തു വേണം? ഞാൻ അതായിട്ടിരിക്കണം, എന്നാൽ എല്ലായിടത്തുനിന്നും അത് കിട്ടും. എൻ്റെ ഉള്ളിലേതും എനിക്ക് കിട്ടും. അപ്പോൾ ഇത്രയും ശ്ലോകങ്ങളിലൂടെ ആത്മാവിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു പരിചയമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ശാന്തിയിലേക്ക് കടന്നു ചെല്ലാനുള്ള മാർഗവും നമുക്ക് തുറന്നു കിട്ടിയിരിക്കുകയാണ്. ഇനിയുള്ള ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ നമുക്ക് കർമ്മബന്ധനത്തിൽ നിന്നും മുക്തമാകാനുള്ള, അതായത് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെങ്കിലും നമ്മൾക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന അപാരമായ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഉണ്ട്. ഇതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ലളിതമായ ഉപായങ്ങളാണ് ഇനിയുള്ള ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ നമുക്ക് വർണ്ണിച്ചു തരുന്നത്. അടുത്ത ശ്ലോകം മുതൽ നമ്മൾ അതിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ ഗീതാ രാജയോഗ സപ്താഹത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ നമുക്ക് പുതിയ ശ്ലോകത്തിലൂടെ ആരംഭിക്കാം. ഓം ശാന്തി. ആത്മജ്ഞാനബോധം
കൺകളിൽ നവരത്നശോഭതൻ മുഖപ്രസാദം പരമാനന്ദഭാവം നയനയുക്തം ദിവ്യപൂർണപ്രഭാമയ സത്കടാക്ഷം അഷ്ടാധിപത്യ പ്രസരണപ്രകാശം നിത്യചൈതന്യ നിരാകാരസ്വരൂപം